എനിക്ക് 3 മക്കളാണ്. 3 പേരും ഫുഡിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ ഇതിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു പായസമുണ്ട്. ചക്കയും സാഫ്രോണും ലോട്ടസ് സീഡൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ പായസം 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ ഇന്ന് കോമ്പറ്റീഷന് വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഇളയ മോളാണ്. അവൾക്ക് ഇത്തിരി പുന്നാരവും കൂടുതലാണ്, വാശിയും കൂടുതലാണ്. ഞാൻ ഇക്കി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഉമ്മി പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല വാശിയുണ്ട്. പിന്നെ വീട്ടിലേക്കാക്കുമ്പോൾ താത്തയും കൂടെ പുന്നാരിച്ച് വഷളാക്കി വെച്ചേക്കണേന്, അത് സത്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് പഠിക്കണേ. അപ്പോൾ ഒബ്വിയസ്ലി ക്രേവിങ്സ് വരും ഫുഡ് കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് അത്ര വാശി പഠിക്കണേ. വെക്കാൻ പോന്നെ ഇത് ഞാൻ മുക്കുറ്റി വെച്ചിട്ട് മുക്കുറ്റീൻ്റെ ജ്യൂസ് എടുത്ത് പിന്നെ ഉള്ളിപ്പുട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാക്കും, പഴവും പുട്ടുപൊടിയൊക്കെ ഇട്ടിട്ട്. അതും കടലപ്പരിപ്പും കൂടി വെച്ചിട്ട് ഒരു പ്രഥമൻ. എന്റെ ചേച്ചി, ഞാൻ ഇത്രയും പരീക്ഷണം ചെയ്തിട്ട് ഇത്രയും ഞാൻ കണ്ടുപിടിച്ചില്ല. പക്ഷെ അത് നല്ല കാര്യല്ലേ? എന്തൊക്കെയായിരുന്നു? മുക്കുറ്റി പിന്നെ പുട്ടുപൊടിയും പഴവും ഒക്കെ. അതിന് ചേച്ചി എന്താ പറഞ്ഞേ? നുള്ളിപ്പുട്ട്. മുക്കുറ്റി, നുള്ളിപ്പുട്ട്, കടലപ്പരിപ്പ് പ്രഥമൻ. മോളുടെ പേരെന്നടാ? സിംന. ഓക്കെ, എന്നാ ചെയ്യുവാ? ഞാൻ 12th grade പഠിക്കും. 12th. ഇഷ്ടാണോ പാചകമൊക്കെ? നല്ല ഇഷ്ടമാണ്. അമ്മയെ സഹായിക്കും? എന്നൊക്കെ സ്പെഷ്യൽ ചെയ്യും? കൂടുതൽ ബേക്കിംഗ് ആണ്. ഞാൻ പരീക്ഷിക്കാത്ത ഏക സാധനം ബേക്കിംഗ് മാത്രമേ. ആ പാടെ ഒരൊറ്റ കേക്ക് ഉണ്ടാക്കുള്ളൂ. മറ്റത് അളവ് തെറ്റിപ്പോയാ പോയില്ലേ. ഇതൊക്കെ ആവുമ്പോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഞാനൊരു ടീച്ചറായിരുന്നു. ഹസ്ബൻഡ് ഒരു കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും വരുമാനം നഷ്ടപ്പെട്ടു. 2 കുട്ടികളാണുള്ളത്. അവർക്ക് ഭക്ഷണത്തിന് പോലും ഒരു വരുമാനം കണ്ടെത്താൻ പറ്റാതെ ഞങ്ങൾ 2 പേരും ഒരുപാട് വിഷമിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ഒരു ആശയത്തിൽ ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ വീട്ടിലിരുന്ന് ചെയ്ത് ഇപ്പോൾ അത് ഇന്ത്യ മുഴുവനും അയച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ ഉണ്ടാക്കി തരുന്ന ഫുഡെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്തേലുമൊക്കെ അച്ചാർ എന്നും സ്കൂളിൽ തന്നു വിടും. ആ കറി അച്ചാറെല്ലാം ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാകാറുണ്ട്. അവർ പിന്നെ അമ്മയെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് അത് അച്ചാറുകൾ വാങ്ങാറുമുണ്ട്. പല ടീച്ചേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. തരത്തിലുള്ള അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കക്ക, മീന്, ചിക്കന്, ബീഫ്, കണവ, അങ്ങനെ കുറെ അച്ചാർ അമ്മ ഉണ്ടാക്കാറുണ്ട്. അതിനെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. പായസം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു അനുഭവമല്ലേ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് നല്ലൊരു പായസം കുടിക്കാനോ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാനോ ഒന്നും പറ്റാതെ വിഷമിച്ച ഒരു കുട്ടിക്കാലമായിരുന്നു. അമ്മ ഉണ്ടാക്കി തരാറുള്ള പായസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം കടലപ്പായസമാണ്. എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ ഉണ്ടാക്കി തരാറുള്ളതും കടലപ്പായസമാണ്. ഈ കുഞ്ഞ് ഇത് ഏറ്റവും വലിയ ആളല്ലേ? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, പിള്ളേർ പോലും മിടിക്കുകളാന്ന് മനസ്സിലായല്ലോ അല്ലേ? അതാണ് ഞാനും ഈ പ്രായത്തിൽ പണിയെടുക്കായിരുന്നു. എന്ത് പണി കൊടുക്കല്ലേ? അതാ നല്ലത്. ഹലോ. ഹലോ, എന്താ പേര്? എന്റെ പേരും ചാനലിന്റെ പേരും ഒന്നാ. അമൃത. ഓ, ക്രിയേറ്റീവ്, സൂപ്പർ. ഒരു കൈയ്യടി കൊടുത്തേ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി. എന്റെ പേരും ചാനലിന്റെ പേരും ഒന്നാണ്. ഹായ് അമൃത. ഏത് ക്ലാസ്സിലാ? 5ാം ക്ലാസ്സില്. കൊച്ചാണെന്ന് പായസം വെക്കാൻ പോകുന്നത്. ഇനി എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് പറയാം, നിങ്ങളൊക്കെ എന്നാ വെച്ചാലും ഞാൻ കൊച്ചിനെ കൊടുക്കുന്നു. കൊച്ചു ഇത്രയും എത്ര കോൺഫിഡന്റ് ആയിട്ട് കൊച്ചു പറയുവാന്നേല് ഞാൻ കൊച്ചിന് തരും കേട്ടോ. അറിയാവോ പായസം വെക്കാന്? അത് അമ്മയാന്ന് പറയുന്നേ. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ കൊച്ചിന്?
കടലപ്രഥമൻ. ആണോ? ഇന്നപ്പോ ചക്കപ്രഥമൻ. ആ എന്നും അങ്ങനെ കടലപ്രഥമൻ കഴിക്കാൻ പറ്റുമോ ചേച്ചി? അല്ല, എന്നാലും അമ്മ വെക്കുന്നതിൽ ബെസ്റ്റ് കടലയാണ്. എന്നാലും അതൊക്കെ പറയുന്നല്ലേ. ആ കൊച്ചിന് ഇഷ്ടാണോ? അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കയറുവോ അടുക്കളയില്? ഇടയ്ക്കൊക്കെ. ഇടയ്ക്ക് ബാക്കി പഠിക്കണം അല്ലേ? ഈ പാറു ചേച്ചിയെ പോലെ അല്ല അല്ലേ? ആ അതാ. ഓക്കെ, പേര് മോടെ? റീജ. റീജ. ഓക്കെ. ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് പിക്കിൾസ് ആ ഉണ്ടാക്കി 101 തരം വെറൈറ്റി അച്ചാറുകൾ. 101. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക. എനിക്കറിയാവുന്ന ഇഞ്ചി, മാങ്ങ, നാരങ്ങ, ആ, നെല്ലിക്ക. സദ്യ, ആ, ആ, പിന്നെ നെല്ലിക്ക, ആ. പിന്നെ പുളി. പുളിഞ്ചിക്ക. ആ ആ. ബീഫ്, ചിക്കൻ, കാടമുട്ട, കണവ, കക്ക. മുട്ട അച്ചാറിടും. കാടമുട്ട ചീത്താവില്ല? ഇല്ല. അത് ശരി. എന്റെ ദൈവമേ, ഞാൻ കുറച്ച് പുറകോട്ട് നിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ആൾക്കാര്. ദൈവമേ, ഇവിടെ പായസത്തിന്റെ പേര് കേട്ടോ ഞാൻ പേടിച്ചുപോയി. ഇവിടെ ഇങ്ങനെ 101 അച്ചാർ. Good. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. എൻ്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മ ആക്ച്വലി ഭയങ്കര കോമഡി പീസാണ്. ഞങ്ങൾ എല്ലാവരും പറയുന്നൊരു കോമഡി പീസ് എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാം റോൾ ചെയ്യും നന്നായിട്ട്. പക്ഷെ ഭയങ്കര ടെൻസ്ഡാ, ഓവർ ടെൻസ്ഡാ അമ്മ. ഇപ്പം തന്നെ ഇവിടെ വരുന്ന കേസിൽ നമ്മൾ നല്ല റെഡിയാക്കി അടിപൊളിയായി കൊണ്ടിരുന്ന, എന്നാൽ പോലും ആ സ്റ്റാർട്ടിങ് ടൈം ആകുമ്പോൾ എല്ലാം അലമ്പിച്ചിട്ട് പറയും, എന്നെ നിങ്ങൾ കൊളാക്കി, എന്നെ നിങ്ങൾ കൊളാക്കി, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും എങ്ങനെയാണ്. പക്ഷെ എന്നെ ആദ്യമാണുള്ള ഇതാണെങ്കിലും അമ്മ കറക്റ്റ് സംഭവം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഫുഡിൻ്റെ കേസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഏറ്റെടുത്താലും അത് അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ ഭയങ്കര ഇങ്ങനെ ഓവർ ടെൻസ്ഡാ അമ്മ. ഇപ്പം തന്നെ കണ്ടില്ല, അതെ അമ്മേനെ നാണംകെടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ പൊന്നുമോനെ, ഞാനിങ്ങനെ യഥാർത്ഥമായി ഈ പറയുന്ന പോലെ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഞാനെല്ലാം നല്ല ക്ലിയറും പെർഫെക്റ്റും ആണ്. പക്ഷെ ഇവരെന്നെ എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യത്തിനും. പക്ഷെ ഞാനിങ്ങനെ ഒരു വ്യക്തിയല്ല, ഞാൻ എല്ലാത്തിനും പെർഫെക്റ്റ് ആണ്. വീട്ടിലെ ഏത് കാര്യത്തിനാണെങ്കിലും. ഈ പായസത്തെ പറ്റി പറഞ്ഞാൽ, അയ്യോ, നിങ്ങൾ ഈ പായസത്തിനെ പറ്റി ഒന്നും അമ്മയോട് ചോദിക്കില്ലേ? അമ്മ പണ്ടുകൊണ്ടുള്ള കാര്യം പറയും. ക്രിഞ്ചാണ്, ക്രിഞ്ച്, ഫുള്ള് ക്രിഞ്ച്. അത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടും അമ്മാവന്മാരുടെ കാലം മുതലേ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ട ഒരു ശീലമാണ് അതിനകത്ത് ഇതിനോട് ഇഷ്ടം തോന്നുന്നത്. ആ ഇഷ്ടത്തിലൂടെ ഞാൻ തന്നെ ഇത് എൻ്റെ ഒരു പ്രായമായപ്പോൾ, അന്ന് നമുക്ക് ഈ യൂട്യൂബ് മൊബൈലൊന്നും ഇല്ലല്ലോ. ആ കാലത്തിലെ ഇപ്പം സമയം ഞങ്ങൾ തന്നെ അത് പ്രിപ്പയർ ചെയ്താണ് ഇപ്പോൾ പ്രഥമനായിട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്ക് ഓരോരുത്തർത്തൊക്കെ പറയുമ്പോൾ ഞാൻ രുചിക്കായിട്ട് കൊടുത്തു. പക്ഷെ അത് എനിക്ക് സക്സസ് ആണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരാ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്കൊരു നല്ല സൂപ്പർ ലേഡിയാ. ആ കഥയൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം. പട്ടയുടെ ഇല അല്ല ഇത്, വയനയില. ആ ഓക്കെ, എന്താണ്? വയനയില. അതായത് നമ്മള് ട്രിവാൻഡ്രത്ത് തെരളിയപ്പം വെക്കില്ലേ? തെരളിയപ്പത്തിന്റെ കുമ്പിളപ്പം. ഇന്ന് കുമ്പിള് പായസാണോ? കുമ്പിളപ്പ പായസമല്ല, ഞങ്ങൾ ഉണ്ടാക്കുന്ന പായസം പുന്നല്ലട പ്രഥമൻ. പുന്നല് അടപ്രഥമൻ. അപ്പൊ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി നമ്മള് വീട്ടിൽ തന്നെ അത് വാടിയിലേക്ക് അമ്മ ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് ഓണായിട്ട് നാടൻ രീതിയിൽ തന്നെ. അതായത് പ്രൊഫഷണൽ ആയിട്ട് ഇവര് പാരമ്പര്യമായിട്ട് കൊണ്ടുവരുന്നവയാ. ആണോ? അമ്മമാര് കാലം മുതലേ ഞങ്ങള് ഈ പ്രഥമനിൽ പ്രധാനം എന്ന് പറയുന്ന ഈ പുന്നല് കൊണ്ട് തന്നെയുള്ള പായസമാണ്. അട ഞങ്ങൾ തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തു. അതിലൂടെ കൂടുതലൊന്നും ഫ്ലേവർ ഒന്നും ചേർക്കാറില്ല. അതിന്റെ യഥാർത്ഥ രുചി നഷ്ടപ്പെടുമെന്നാണ് മാമമാര് പറഞ്ഞത്. അപ്പൊ അത് വെച്ച് ഉള്ള, അപ്പൊ നമ്മൾ ലാസ്റ്റ് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടണം. അതായത് മറ്റൊന്നും ചേർക്കാതെ അട. അപ്പം പുന്നലാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റി, ഹെൽത്തി ആയിട്ട്. മോടെ പേരെന്താ? എന്റെ പേര് അഭിരാമി. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഡാൻസ് ടീച്ചറാ. അപ്പം ഓൾ ദി ബെസ്റ്റ്.